ഹായ്. അപ്പോൾ നമ്മൾ മൂകാംബികയിൽ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ ദർശനം കഴിഞ്ഞ് കൊച്ചിനെ എഴുതിപ്പിക്കണം. അപ്പോൾ അതിനുള്ള പോക്കാണ്. എൻ്റെ മോളെ കണ്ണമ്മയെ എഴുതിപ്പിക്കാൻ പോവുകയാണ് മൂകാംബിക ക്ഷേത്രത്തിൽ. അങ്ങനെ നമ്മളകത്ത് പോയിട്ട് റെസിപ്റ്റ് എടുക്കണം. എനിക്ക് തോന്നുന്നു 200 രൂപയാണെന്ന് തോന്നുന്നു. ആ റെസിപ്റ്റ് എടുത്തിട്ട് വേണം സരസ്വതി മണ്ഡപത്തിലോട്ട് പോയി എഴുതിപ്പിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നിങ്ങൾ കാണണം. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് ഭാവ്നഗർ കൊച്ചുവേളി എക്സ്പ്രസ്. ഇപ്പോൾ അതിന് ഭാവ്നഗർ ട്രിവാൻഡ്രം നോർത്ത് എക്സ്പ്രസ് എന്നാണ് ഇപ്പോൾ അതിന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും എല്ലാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ. പിന്നെ നമ്മൾ എൻ്റെ കൊച്ചു കാന്താരി എഴുതിപ്പിക്കാൻ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് പോവുകയാണ്. ഒരു മുല്ലപ്പൂ വാങ്ങാൻ പോവുകയാണേ. ഇവിടെ നിന്ന് മുല്ലപ്പൂവ് വാങ്ങിച്ചിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകും. മോൾക്ക് മുല്ലപ്പൂ വയ്ക്കണമെന്നൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് തലയിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് നിൽക്കുകയാണ് നമ്മൾ. കണ്ടില്ലേ, ഈ മുല്ലപ്പൂവൊക്കെ വെച്ച് ശരിയാക്കണം ഇവിടെ. സന്തോഷം നോക്കി അനങ്ങാതെയൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുത്തപ്പം. അപ്പോൾ ഇനിയുള്ള കേസെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം കയറുമ്പോൾ ഒരു പൂക്കൂടയും കാര്യങ്ങളുമൊക്കെ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അത് നമ്മൾ ഇന്നലെ വൈകിട്ട് ക്ഷേത്രത്തിൽ കൊടുത്തതുകൊണ്ടാണ് രാവിലെ വാങ്ങാത്തത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ കാണണം. രാത്രിയിലത്തെ പൂജയും കാര്യങ്ങളും എല്ലാം അതിലുണ്ട്. ഇത് നമ്മൾ രാവിലെ എഴുതിപ്പിക്കാൻ പോവുകയാണ്. റെസിപ്റ്റ് എടുത്തു. 200 രൂപയാണ് റെസിപ്റ്റിനായത്. എന്നിട്ട് ആ റെസിപ്റ്റ് എടുത്ത് ഈ സരസ്വതി മണ്ഡപത്തിലോട്ട് വരണം. വന്നതിന് ശേഷം അതവിടെ കൊടുക്കുമ്പം ഓർഡർ അനുസരിച്ച് നമ്മൾ എന്ന് വെച്ചാൽ ഒരു സെക്ഷൻ കഴിഞ്ഞ് അടുത്ത സെക്ഷൻ കയറുമ്പോൾ നമ്മൾ അങ്ങോട്ട് വിളിക്കും. അപ്പോൾ നമ്മൾ അകത്ത് കയറിയിരിക്കണം. അതിന് ശേഷമാണ് വിദ്യാരംഭ ചടങ്ങ് അവിടെ ആരംഭിക്കുന്നത്. ഇത് കണ്ടില്ലേ കൊടുക്കുന്നത്. അതെന്ന് വെച്ചാൽ ഓരോരുത്തർ വീട്ടിൽ നിന്നും ഓരോ പാക്കറ്റ് പേന, അങ്ങനെ ഈ പഠിക്കാനായിട്ട് അതിൻ്റെ സംബന്ധമായതും വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട കണ്ടില്ലേ ബുക്ക്, അതൊക്കെ കൊടുത്ത് പൂജിപ്പിച്ചിട്ട് തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. കണ്ടില്ലേ ഒരുപാട് പേനയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ, അത് ചരട്. അപ്പോൾ അതൊക്കെ പൂജ കഴിഞ്ഞ് അവർ തിരിച്ച് വാങ്ങിച്ച് നാട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരുക്കങ്ങളാണ്. അപ്പം അങ്ങനെ പൂജ ചെയ്ത ഒരു പേനയും കാര്യങ്ങളുമൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, അതിൽ കുറേ ചരടും കാര്യമൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇങ്ങനെയാണ് അവർ തിരിച്ച് പൂജിച്ച് തരുന്നത്. മുഴുവൻ വാഴ്ത്തുകയല്ലോ നാദമനോഹരി. ഇപ്പം രാവിലെ നല്ലൊരു അന്തരീക്ഷമാണ്. മഴയൊക്കെ തോന്നു നിൽക്കുന്നു. എങ്കിലും ഒരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ഈ മഴയത്ത് ക്ഷേത്രം കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് മൂകാംബിക ദേവി ക്ഷേത്രം. മാത്രമല്ല ഒരു പോസിറ്റീവ് എനർജിയാണ്, നല്ല വൈബാണ്. അപ്പോൾ ഇവിടെ വിദ്യാരംഭ ചടങ്ങ് തുടങ്ങി. എൻ്റെ മോള് അവിടെ ഇരുന്ന് അവൾ ആദ്യാക്ഷരം കുറിക്കുകയാണ്. അപ്പം കഴിഞ്ഞ തവണ നമ്മൾ വിദ്യാരംഭത്തിൻ്റെ നാട്ടിൽ വിദ്യയെ കുറിച്ചായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഇങ്ങനെ വിദ്യാരംഭം നടത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. ഉണ്ടല്ലേ, അവളെന്ത് ആകാംക്ഷയായിട്ടിരിക്കുന്ന. അടുത്ത് ആങ്ങളെയാണ് ഇരിക്കുന്ന, മൂത്ത മോനാണ് എൻ്റെ. അവൻ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുകയാണ്. എന്ന് വെച്ചാൽ ഒരു 3 വർഷം മുമ്പ് 2 വർഷം മുമ്പ് അവനും വന്നിരുന്ന് ഇവിടെ വിദ്യാരംഭം കുറിച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി എല്ലാവരും നിൽപ്പുണ്ട്. നല്ലൊരു മൂവൻ്റ് ആയിരുന്നു. കണ്ടില്ലേ. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെരുപ്പ് വയ്ക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ഉണ്ടല്ലേ, 2 രൂപയാണ് ചെരുപ്പ് വയ്ക്കാനായിട്ട് ഇവിടെ. ഇത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഈ ചെരുപ്പൊക്കെ ഇട്ട് വരുന്നവർക്ക് പെട്ടെന്ന് ഊരിയിടാൻ പറ്റിയത് ഈ ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ വഴിയിലൊക്കെ ഊരിയിടുന്നവരുണ്ട്. ഇതിൻ്റെ താഴെ അന്നദാന മണ്ഡപമാണ്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ കയറി ദർശനം എല്ലാം കഴിഞ്ഞു. ഇപ്പം തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ റൂമിൽ പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഫുഡ് കഴിക്കണം. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ ദോശ അങ്ങനത്തെ ഐറ്റമല്ലേ. പക്ഷേ ഇവിടുത്തെ ഊണ് അത്ര പോരാ. ഉച്ചയ്ക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിച്ചു പോകാം. വരുമ്പം നമ്മൾ ഇങ്ങനെ വരണം കേട്ടോ. ഇത് തിരക്കൊക്കെ അത്യാവശ്യം കുറവുണ്ട് ഈ ഒരു ടൈമിൽ. അല്ലാതെ നമ്മൾ ഈ സീസൺ ടൈമിലൊക്കെ വരുമ്പോൾ നല്ല തിരക്കായിരിക്കും. ഇപ്പം തിരക്കൊക്കെ കുറഞ്ഞ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഓഗസ്റ്റാണ്. ഓഗസ്റ്റ് മാസം. ഓഗസ്റ്റിൽ പക്ഷേ ചിങ്ങം അങ്ങോട്ട് കഴിഞ്ഞ് ഓണം അടുപ്പിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വെക്കേഷനൊക്കെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് വരും. പിന്നെ മാത്രമല്ല നമ്മുടെ സ്കൂൾ അടപ്പുള്ള ടൈം, ഈ ഒരു സമ്മർ വെക്കേഷൻ, ഹോളിഡേ ടൈം, അങ്ങനെയൊന്നും മൂകാംബികയെ വരരുത്. എന്ന് വെച്ചാൽ തിരക്കായിരിക്കും. നമ്മുടെ കേരളത്തിലെ അവധി, ഹോളിഡേ, അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ ഇവിടെ നല്ല തിരക്കായിരിക്കും. മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങൾ ഒഴിവാക്കുക. നമ്മൾ വല്ലപ്പോഴുമാണ് മൂകാംബിക വരുന്നത്. വരുമ്പോൾ നല്ല പീസ്ഫുള്ളായിട്ട് അത് തീരെ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ ഉൾക്കൊള്ളണം. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ തിരക്കിൽ വന്നിട്ട് കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ ടൈമിൽ വരണം. ഓഗസ്റ്റ് കുഴപ്പമില്ല.
ഡിസംബറിൽ വരരുത്. പിന്നെ ഒക്ടോബറിൽ പൂജാ സമയമാണ്, ഒക്ടോബറിലും വരാൻ നിൽക്കരുത്. സെപ്റ്റംബർ അവസാനം തൊട്ട് സെപ്റ്റംബർ പകുതിയോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം തൊട്ടേ തിരക്ക് തുടങ്ങും. സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അല്ലേ പിന്നെ പൂജ ഹോളിഡേയ്സ് കഴിഞ്ഞിട്ട് അതിന് ശേഷം വരണം, എങ്കിലും കുഴപ്പമില്ല. നവംബറും കുഴപ്പമില്ല. ഈ ഹോട്ടലിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്ന, കേരള ഹോട്ടൽ. അപ്പോൾ ഇവിടെ കയറി മസാല ദോശ, വട, പൂരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നമ്മളിവിടെ വന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അതാണ് ഇത്തവണ ഇങ്ങോട്ട് തന്നെ വന്നത്. അങ്ങനെ ലഞ്ച് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ അറ്റത്തൊരു വേറൊരു വലിയ ഹോട്ടലുണ്ട്, ആ ഒരു ചുവന്ന കുടയൊക്കെ ഇരിക്കുന്നതിൻ്റെ അവിടെ. അപ്പോൾ അവിടെ നല്ല ലഞ്ചാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തൽക്കാലം ഇവിടെ കഴിക്കാം. എന്ന് വെച്ചാൽ അവിടെ ഇച്ചിരി റേറ്റ് കൂടുതലാണ് ആ ഹോട്ടൽ. ഇവിടെ റേറ്റ് കൂടുതലാണെങ്കിലും അവിടെ തന്നെ ഒരു 10-20 രൂപ കുറവ് വരും. നമ്മൾ കേരളം വിട്ട ഫുഡിനെല്ലാം ഭയങ്കര പൈസ. ഇപ്പോൾ ഫുള്ള് കേട്ടോ, അകത്ത് ഫുള്ള് നമുക്ക് ഇരിക്കാൻ സ്ഥലമില്ല. ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പം ഇത് കേരള ഹോട്ടലാണ്. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇവിടെ നിന്നാണ് കഴിച്ചത്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്കുള്ള ഫുഡെത്തി. ഒരു പ്ലെയിൻ ദോശ, പൂരി. എനിക്കും പൂരിയാണ്. പൂരിയിലൂടെയുള്ള കറി അത്ര പോരല്ലേ, ഒരു പച്ചയ്ക്ക് കളർ കുറവ്. ടേസ്റ്റ് ഉണ്ടാകുന്ന നോക്കുക, അത് കൊള്ളത്തില്ലെങ്കിൽ ഞാൻ വേറെ വല്ലതും പറയാം. കറിയും കൂടി മുക്കി ടേസ്റ്റ്. അങ്ങനെ എനിക്കുള്ളതും ഇല്ല. 2 ചായ അല്ല മധുരം അത്യാവശ്യം നോർമൽ 2. പൂരി മസാല നമ്മൾ പണ്ട് വാങ്ങിച്ച അത്ര ടേസ്റ്റ് പോലെ ആയിരുന്നു. അത്യാവശ്യം ആവറേജ് എന്ന് വേണം പറയാൻ. എങ്കിലും മോശവുമല്ല, കുഴപ്പമില്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റും ഉണ്ട്. പക്ഷേ നമ്മൾ മുമ്പ് കഴിച്ച ആ ഒരു ടേസ്റ്റ് വെച്ചാണ് ഇപ്പോഴും വന്നത്. ആ ഒരു അന്നത്തെ ടേസ്റ്റ് കിട്ടില്ല. അതിനുശേഷം നമ്മൾ ഇനി പോകുന്നത് ക്ഷേത്രത്തിൽ ഒന്നുകൂടെ പോകും. പ്രസാദമൊന്നും വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ പ്രസാദം വാങ്ങാൻ പോകുമ്പം കണ്ടില്ലേ, കാളകളൊക്കെ വഴിയിൽ നിൽപ്പുണ്ട്. ഇങ്ങനെ കുറേ കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. അങ്ങനെ ക്ഷേത്രത്തിലെത്തി തൊഴുതിറങ്ങുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും വിദ്യാരംഭമൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടെയായിട്ട് പോവും, കൂറ്റിമാരും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും നല്ല തിരക്കിൽ പോവുകയാണ്. ദേവിയെ നോക്കി നിൽക്കുന്ന ഈ ഒരു 2 വിഗ്രഹം കണ്ടില്ലേ, അതാണ് ദ്വാരപാലകർ. ദേവിയുടെ ദ്വാരപാലകരാണ്. അവരെ തൊഴുതിട്ട് വേണം നമ്മൾ അകത്തോട്ട് കയറാനുള്ളൂ. അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യുക. ഓക്കെ. മഴയായതുകൊണ്ട് ഈ ഒരു അന്തരീക്ഷമൊക്കെ കാണാൻ ഒരു പ്രത്യേക രസവും നല്ല വൈബിലുമാണ് ഇരിക്കുന്നത് നമ്മുടെ ഈ ഒരു മൂകാംബിക ക്ഷേത്രം. അതിന് ഫ്രണ്ടിലായിട്ട് ഇതുപോലെ പശുക്കളൊക്കെ നിൽപ്പുണ്ട്. അത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. കണ്ടില്ലേ, വലത് സൈഡിൽ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് പൈക്കൾ ഇങ്ങനെ കച്ചിലൊക്കെ കൊടുത്ത് ഇതിനെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അകത്തുനിന്ന് പ്രസാദം വാങ്ങാനായിട്ടാണ് ഞാൻ ഇപ്പം പോയത്. മൂകാംബിക ദേവിയുടെ പ്രസാദം കണ്ടില്ലേ, പ്രസാദം തോനെ വാങ്ങിച്ചു. എന്ന് വെച്ചാൽ കുറച്ച് പേർക്കൊക്കെ കൊടുക്കാനുണ്ട്. അങ്ങനെ എല്ലാവർക്കും കൂടി വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് പ്രസാദം വാങ്ങിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നമുക്ക് പൂജ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ കണക്ക് റെസിപ്റ്റ് എല്ലാവരുടെ പേരും നാളും പറഞ്ഞല്ല എഴുതുന്നത്. നമ്മൾ എന്ത് പൂജയെന്ന് വെച്ചാൽ ആ പൂജ എഴുതിയിട്ട് അകത്ത് കൊടുക്കണം. അപ്പോൾ ആ കൊടുക്കുന്ന സമയത്ത് ഇത് ചെയ്യാനൊക്കെ ആയിട്ട് കർമ്മികൾ അവിടെ ഇരിപ്പുണ്ട്, പൂജ ചെയ്യുന്ന പൂജാരിമാരൊക്കെ. അപ്പോൾ അവർ മന്ത്രമൊക്കെ പറയും, നമ്മളെ ഏറ്റു ചൊല്ലണം. അവസാനം പേരും നാളും ചോദിക്കും. അപ്പോൾ ഫാമിലിയുള്ള എല്ലാവരുടെ ഇതും പേരും നാളും ഒക്കെ പറഞ്ഞ് നമുക്കങ്ങനെ പൂജ കഴിപ്പിക്കാം. ഒരാളെന്നില്ല, എല്ലാവരുടെ പേരും നാളും നമുക്കത് ഈ പറയാം. അങ്ങനെയൊക്കെ ഈ പൂജയും എല്ലാം ചെയ്യിപ്പിക്കാം. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഞാൻ പറയാൻ വിട്ടുപോയതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഞാൻ പറയാം. ഇതാ കാള, നടക്കാൻ വഴിയില്ലല്ലോ. ഞാൻ ഇങ്ങനെ പെട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ എന്നെ കാത്ത് കുറച്ച് പേര് അവിടെ ഇരിക്കുന്നു. ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ, ജഗദാംബിക ഗസ്റ്റ് ഹൗസ്. ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതാണ്. അത് കർണാടക അക്കോമഡേഷൻ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു സൈറ്റുണ്ട് ഗൂഗിളിൽ. അത് സെർച്ച് ചെയ്യുമ്പോൾ അത് വരും. അതിൻ്റെ അകത്ത് ഉടുപ്പി ഡിസ്ട്രിക്റ്റിൽ കൊല്ലൂർ ജഗദാംബിക ഗസ്റ്റ് ഹൗസ് എടുത്ത് നമുക്ക് ബുക്ക് ചെയ്യാം. എന്നെ നോക്കി നിൽക്കുകയാണല്ലേ, നമ്മൾ കണ്ടില്ലേ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ. അതേ കണക്ക് ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് ഇതുപോലെ. ഇത് നമ്മളെ മൂകാംബികയിൽ നിന്ന് മംഗലാപുരത്തൊക്കെ പോകുന്ന ബസ്സുകളാണ്. എന്ന് വെച്ചാൽ മാവേലി, മലബാർ എക്സ്പ്രസ് ഒക്കെ
പിടിക്കാൻ വൈകുന്നേരത്ത് ഇതേ സമയത്ത് നമ്മൾ ഈ ബസ്സിൽ കയറിപ്പോയാൽ വൈകിട്ടുള്ള മാവേലിയും മലബാറും ഒക്കെ കിട്ടും കേരളത്തിലോട്ട് പോകും. പിന്നെ അങ്ങോട്ടൊക്കെ കിടക്കുന്ന ബൈന്ദൂർ, ബാക്കി അങ്ങോട്ടുള്ള സൈഡിലോട്ടൊക്കെ പോകുന്ന ബസ്സുകളാണ്. അപ്പം ബൈന്ദൂരാണ് നമ്മളിപ്പം പോകുന്നത്. ബൈന്ദൂരിൽ നിന്നാണ് നമുക്ക് ട്രെയിൻ. അപ്പോൾ അതൊക്കെ കാത്താണ് ഇവിടെ കുറേ പേരിരിക്കുന്നത്. എല്ലാവരും ഈ ഒരു ഉച്ചയ്ക്കുള്ള ഭാവ്നഗർ കൊച്ചുവേളി എക്സ്പ്രസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ്. അപ്പം ഇപ്പം വരുന്ന ബസ്സിൽ പോയാൽ കറക്റ്റ് ടൈമിംഗാണ്, നമുക്ക് ആ ട്രെയിൻ കിട്ടും ബൈന്ദൂരിൽ നിന്ന്. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്, ബൈന്ദൂർ മൂകാംബിക ബസ് സ്റ്റാൻഡ്. നിങ്ങൾ അരവിന്ദൻ്റെ അതിഥികൾ സിനിമയിലൊക്കെ ഈ ഒരു സ്റ്റാൻഡും കാര്യങ്ങളും ഒക്കെ കണ്ടു കാണും. കറക്റ്റ് അത് തന്നെ ഉണ്ടല്ലേ. ഇവിടെ എനിക്ക് തോന്നുന്നു അടുത്ത് സ്കൂളോ എന്തൊക്കെയോ ഉണ്ട്. അങ്ങനെ നമ്മുടെ ബസ് വന്നു. ബസ്സിൽ കയറി 42 രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. പക്ഷേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഒരാൾ പട്ടിക്കും അവിടെ നിന്ന് പശുവിനും ഒക്കെ ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ ഒരു മെയിൻ വിഷയവും ഇത് തന്നെയാണ്. ഫുള്ള് ഈ ഒരു പശുക്കളും ഇങ്ങനെ അലങ്ങി നടക്കുന്ന കുറേ പട്ടികളും എല്ലാം ഉണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. കഴിച്ച ഇതെല്ലാം വന്ന് വട്ടം കൂടിയിരിക്കും. പോയി കളിച്ച് ഡാൻസും കളിച്ച് മാവേലി എക്സ്പ്രസ്സിലെയും ബാക്കിയുള്ള ട്രെയിനിലെ യാത്രയൊക്കെ നമ്മളെ ഇത്തവണത്തെ റെയിൽവേ ജേണി പ്ലാനിങ് ഒക്കെ ഓക്കെ അല്ലായിരുന്നു? ജേണി പ്ലാനിങ് എല്ലാം ഓക്കെ അല്ല, എന്നാലും നല്ല ഇത് എവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കയറിയത് രണ്ടാമതാ അത് നല്ല ഇതായിരുന്നു. പിന്നെ അത്ര പോരെന്ന് പറഞ്ഞ എന്തോ കൊള്ളൂല. അത് ആദ്യം കയറിയ ട്രെയിനില് അത് മാവേലി എക്സ്പ്രസ്, മാവേലി എക്സ്പ്രസ്സില് അതിനെക്കാട്ടിയും കൊള്ളാൻ രണ്ടാമത്. അതെന്താണ്, നമ്മുടെ മുരുടേശ്വർ എക്സ്പ്രസ് പുതിയ കോച്ചസ് ആണ്, LSP കോച്ചാണ്, മാവേലി പഴയ കോച്ചാണ്. അപ്പം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് ഇന്ത്യൻ റെയിൽവേ വെല്ലുവിളിക്കുന്ന കണക്കാണ് ഒന്നും പറയുന്നത്. അത് ശരിയാ, മാവേലിയുടെ കോച്ച് മാറ്റേണ്ട ആവശ്യമായി. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? അത്രയെല്ലാം നല്ല സുഖമായിരുന്നു. അമ്പലത്തിൽ നല്ലതായി കാണാനും തൊഴുവാനും പറ്റി. തിരക്ക് കുറവായിരുന്നു. അടിപൊളി. അതിന് മൂകാംബി തിയേറ്റർ ഇനി ഞാൻ വരും. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ടിക്കറ്റ് കൗണ്ടറാണ്. റിസർവേഷനും ജനറൽ കൗണ്ടറും എല്ലാം ഒന്നാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ തന്നെയാണ് എല്ലാ ബോർഡും വെച്ചിരിക്കുന്നത്. കൊച്ചു റെയിൽവേ സ്റ്റേഷനാണ്, പക്ഷേ വലിയ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയും പറയാം. പക്ഷേ കൗണ്ടറും എല്ലാം കണ്ടില്ലേ, ചെറുതാണ്. ഒരുപാട് മലയാളികൾ മാത്രം വരുന്ന റെയിൽവേ സ്റ്റേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേര് മലയാളികളാണ്. മലയാളികൾ മാത്രം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഏറ്റവും കൂടുതൽ വരുന്നത് മലയാളികൾ എത്തുന്ന ഒരു ക്ഷേത്രമാണ്. എന്ന് വെച്ചാൽ മൂകാംബികയിൽ കൂടുതലും ഏറ്റവും കൂടുതൽ വരുന്ന മലയാളികളല്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ചെറിയ സൗകര്യം. പിന്നെ അവിടെ ഒരു ലോഞ്ചുണ്ട്, VIP ലോഞ്ച്. അത് ഇപ്പം ഓപ്പൺ ചെയ്ത സംഭവമാണ്, പണ്ടില്ലായിരുന്നു. ഞാൻ കാണിച്ചു തരാം. VIP ലോഞ്ച് കണ്ടില്ലേ? VIP ലോഞ്ച് എന്നല്ല, എക്സിക്യൂട്ടീവ് ലോഞ്ച്. അടിപൊളി സെറ്റപ്പാണ്. ഇനി ഇരിക്കാനും എല്ലാം നല്ല സൗകര്യമൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ റേറ്റും കാര്യമൊക്കെ എത്രയെന്ന് അറിഞ്ഞുകൂടെ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. 1 മണിക്കൂർ 50 രൂപ. സിംഗിൾ സിറ്റിംഗ് കുഷൻ സോഫ 1 മണിക്കൂർ 50. പ്രീമിയം സിംഗിൾ ലാർജ് കംഫർട്ടബിൾ സോഫ 1 അവർ 50. എല്ലാം 50 രൂപ 1 അവർ. അതായത് അതിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ സിറ്റിംഗ് കുഷൻ സോഫ, പ്രീമിയം സിംഗിൾ ലാർജ് കംഫർട്ട് സോഫ. ഈ 2 സീറ്റുമാണ് അകത്ത് അടിച്ചിരിക്കുന്നത്. 1 അവർ 50 രൂപയാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇങ്ങനത്തെ ഓരോ സൈഡിലൊക്കെ ഇരുന്നാണ് ഇവിടെ ഫുഡ് കഴിക്കുന്നത്. അപ്പം ഫുഡ് കഴിക്കുമ്പം കുറേ കാളയും പട്ടിയും എല്ലാമൊക്കെ വന്ന് നമ്മളടുത്തിരിക്കും ഫുഡ് കഴിക്കാൻ വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ എല്ലാവരും പേടിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഒന്നും ചെയ്യാനും പറ്റൂല. ഇനി എന്തെങ്കിലും അതൊക്കെ ചെയ്താലോ. അവിടെ അമ്മ അതിനൊക്കെ എന്തൊക്കെയോ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതൊക്കെ ഇനി കടിക്കോ പിടിക്കുമോ എന്നൊക്കെ ഉള്ളത് കണ്ടറിയണം. ഇതിനൊക്കെ ഇങ്ങനെ ആഹാരം കൊടുക്കുന്നതും പണിയാവും. നേരത്തെ ഒരു പുള്ളിക്കാരൻ കൊടുത്ത് പണിയായതാണ്. അത് പെടുത്ത് നന്ദി കാണിച്ചത്. ട്രെയിൻ ലേറ്റാണ്. ഭാവ്നഗർ കൊച്ചുവേളി. അതിനിപ്പം പറയുന്നത് ഭാവ്നഗർ ട്രിവാൻഡ്രം നോർത്ത് എക്സ്പ്രസ് എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. കൊച്ചുവേളി മാറി ഇപ്പം ട്രിവാൻഡ്രം നോർത്ത് എന്നല്ലേ അറിയപ്പെടുന്നത്. അപ്പോൾ ആ ട്രെയിൻ ഒരു 3:15 ആവും. ഇപ്പം 3 മണിയോളമായി. 3:15 ഇവിടെ എത്തും. രാവിലെ 5:30 ആകുമ്പം ആ ട്രെയിൻ കൊല്ലത്തെത്തും. പിന്നെ കൊച്ചുവേളിയിൽ എനിക്ക് തോന്നുന്നു ഒരു 6:30
7 മണിക്കകത്ത് കൊച്ചുവേളിയിലെത്തും. അപ്പം അതിൻ്റെ ഒപ്പം ഞാൻ വിചാരിക്കുന്ന ഒന്നുകിൽ ഇവിടെ വെച്ചോ അല്ലെങ്കിൽ കൊല്ലത്ത് വെച്ചോ എടുക്കാമെന്നാണ്. കൊല്ലം വരെയുള്ള വീഡിയോ ഞാൻ ഏതായാലും ഇത് ഇടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ട് എടുക്കാം അല്ലേ? ബൈ ബൈ. നമ്മൾ ട്രെയിൻ വന്നതാ, നമ്മൾ പോകാനുള്ള ട്രെയിൻ. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇപ്പം കൊല്ലം എത്താൻ പോവുകയാണ്. കറക്റ്റ് ഒരു 5:15 ആയിട്ടുണ്ട്. 5:15. അപ്പം നമുക്കൊരു 5:45 ആകുമ്പോൾ ഇപ്പം കൊല്ലം എത്തും. അത്യാവശ്യം ഓൺ ടൈമിലാണ് ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നത്. വേറെ വിഷയമൊന്നുമില്ല. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം നോക്കുകയാണെങ്കിൽ ട്രെയിനിന് വൃത്തിയുടെ ചില കുറവുകളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് അകത്തെ ഷോട്ടുകളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ പേര് മാറിയിരുന്നുകൊണ്ട് അങ്ങനെ കുറച്ച് ഷോട്ട് തിരിച്ചു വന്നപ്പോൾ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ യാത്രയുടെ വീഡിയോ കുറച്ച് കുറഞ്ഞത്. അപ്പം നമ്മൾ അവിടെ നിന്ന് കയറിയത് ഭാവ്നഗർ കൊച്ചുവേളി എക്സ്പ്രസ്സിനാണ്. ട്രെയിനിലൊക്കെ തിരക്ക് കുറവായിരുന്നു എങ്കിലും നമുക്ക് സീറ്റ് കിട്ടിയത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറിയും തിരിക്കുകയൊക്കെ കമ്പാർട്ട്മെൻറ്റ് മാറിയേക്കാം. അത് ചെറിയൊരു വിഷയമായിരുന്നു. കണ്ടില്ലേ, ഇനി അടുത്ത സ്റ്റോപ്പ് കൊല്ലം, അത് കഴിഞ്ഞാൽ കൊച്ചുവേളി. അത് 2 സ്റ്റോപ്പേ ഉള്ളൂ ഇനി. അങ്ങനെ നമ്മൾ കൊല്ലം എത്തി ഗൈസ്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. മൂകാംബികയിൽ നിന്ന് എഴുത്തൊക്കെ കഴിഞ്ഞ് ഒരു പടം വരയ്ക്കുന്ന ബുക്കും ഇതുമൊക്കെ ആയിട്ട് ശിവന്യ ഷേഡർമാൻ്റെ ബുക്കും കളർ ചെയ്യുന്ന ഇതൊക്കെ ആയിട്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ കുറച്ച് പണിയൊക്കെ കിടക്കുന്നതുകൊണ്ട് ഇവിടെ പൊളിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ്. പണി തീരുമ്പം കിടിലാവും. അതാണ് നമ്മൾ വന്ന ട്രെയിൻ. നല്ല ട്രെയിനായിരുന്നു, LSP കോച്ചും കാര്യങ്ങളും. പിന്നെ നമ്മൾ പണ്ടൊരു 3 വർഷം മുമ്പ് വന്നപ്പോൾ നല്ല വൃത്തിയായിരുന്നു. പക്ഷെ ഇപ്പം വൃത്തിക്ക് കുറച്ച് കുറവ് വന്നിട്ടുണ്ട് വണ്ടിയിൽ. ബുക്കൊക്കെ കിട്ടിയപ്പോൾ എന്തൊരു സന്തോഷമല്ലേ. നമുക്ക് ഇനി ഇവിടെ നിന്ന് അടുത്ത ഒരു പാസഞ്ചർ ഉണ്ട് പരവൂർ പോകാൻ. പരവൂർ നിർത്തുന്ന ഒരു പാസഞ്ചർ. അതിൽ കയറി നമ്മൾ പരവൂരോട്ട് പോവുകയാണ്. നമ്മളങ്ങനെ കൊല്ലത്ത് ടിക്കറ്റ് എടുത്ത് പാസഞ്ചറിൽ കയറി. അപ്പുറത്ത് നമ്മുടെ വേണാട് പൊയ്ക്കൊണ്ടിരിക്കുക രാവിലെ. നമ്മുടെ പാസഞ്ചർ ഇനിയിപ്പം 7 മണി അടുപ്പിച്ചേ വിടത്തുള്ളൂ. നമ്മുടെ ഈ ഒരു മൂകാംബിക യാത്ര വളരെ നല്ലൊരു യാത്രയായിരുന്നു. മൂകാംബികയിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. തിരക്ക് കുറച്ച് നിങ്ങളടുത്ത് ഞാൻ പറയുകയാണ്. ഈ ഒരു അവധി ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ഹോളിഡേയ്സ് ഉള്ള ടൈമുകളിൽ പോവാതിരിക്കുക. ഈ സ്കൂൾ വെക്കേഷൻ അങ്ങനെയുള്ള ടൈമിലും പോവാതിരിക്കുക. അപ്പോൾ ആ ഒരു സമയത്തൊക്കെയാണ് നമ്മുടെ കൊല്ലൂർ മൂകാംബികയിൽ തിരക്ക് വരുന്നത്. കൊല്ലത്തെ പ്ലാറ്റ്ഫോമിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ 3ാമത്തെ അങ്ങനത്തെ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെത്. അങ്ങനെ നമ്മൾ കൊല്ലം തിരുവനന്തപുരം പാസഞ്ചറിൽ കയറിയിരിക്കുകയാണ്. ഇപ്പം ട്രെയിൻ എടുക്കാറായി. നമ്മുടെ ലഗേജും സാധനങ്ങളും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ട്രെയിൻ എടുക്കാറായി. ആ മുറിവ് ഇപ്പോൾ ഇതാ നോയത്. പിന്നെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ അങ്ങ്, അവിടെ നിന്ന് കുറച്ച് പേര് നടന്നു വരുന്നുണ്ട്. അത് ചിന്നക്കടയിൽ നിന്നൊക്കെ നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ കയറാൻ പറ്റും. അങ്ങനെയുള്ളൊരു എളുപ്പത്തിന് അതുവഴി ട്രെയിൻ എടുക്കാറാകുമ്പോൾ ഓടി ഒന്ന് കയറുന്ന വഴിയാണ്. കൊല്ലം തിരുവനന്തപുരം പാസഞ്ചറിൽ കയറി നമ്മൾ പരവൂരിലേക്ക് യാത്ര തുടങ്ങി. ഒരു വല്ലാത്ത വൈബാണ് ഈ രാവിലെയുള്ള കൊല്ലം തിരുവനന്തപുരം പാസഞ്ചറിലുള്ള യാത്ര എന്ന് പറയുന്നത്. എൻ്റെ കുട്ടിക്കാലം തൊട്ടേ നമ്മൾ തിരുവനന്തപുരത്ത് പോകുന്നത് ഈ ഒരു ട്രെയിനിലാണ്. അപ്പോൾ ഇതിലെ യാത്ര, ഈ ഒരു ട്രെയിനിൻ്റെ ഫാൻ ബേസ് തന്നെ വളരെ വലുതാണ് നമ്മുടെ കൊല്ലംകാരുടെ ഇടയിൽ. കൊല്ലം തിരുവനന്തപുരം രാവിലെയുള്ള 7 മണിക്കുള്ള ഈ ഒരു പാസഞ്ചർ. ഇത് പരവൂർ കായലാണ്. പരവൂർ എത്തുന്നതിന് മുമ്പ് സിഗ്നൽ നമുക്ക് തരും. ഈ കായലെത്തുമ്പോൾ അടുത്ത സ്റ്റേഷൻ പരവൂരെത്തി, പരവൂരാവാൻ പോകുന്നു എന്ന്. പരവൂർക്കാരുടെ സ്വന്തം പരവൂർ കായലും കടന്ന് പരവൂരാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. അപ്പം വൈൻഡപ്പ് ചെയ്യുന്നതും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്റ്റേഷൻ നല്ല തിരക്കുണ്ട്. എന്ന് വെച്ചാൽ രാവിലെ എല്ലാവരും ജോലിക്ക് പോകുന്നവരും അങ്ങോട്ട് എറണാകുളത്തോട്ട് പോകാൻ, പരശുറാമും നമ്മളെ തിരുവനന്തപുരത്തോട്ട് പോകാൻ ഈ ഒരു പാസഞ്ചറും ഒരു ലഗേജൊക്കെ ഇറക്കാണ്ട് ഇവനെ ബുക്കിങ് തട്ടുന്നുണ്ട്. വലിയ ബാഗ് ഉണ്ടായിരുന്നല്ലേ. ഇങ്ങോട്ട് നമ്മുടെ കൊല്ലം തിരുവനന്തപുരം പാസഞ്ചർ അങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ഒരുപാട് പേരുടെ ഡെയിലി ട്രെയിനാണ്. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ട്രെയിൻ. രാവിലെ ജോലിക്ക് പോയി തിരിച്ചു വരാൻ എല്ലായിടത്തും സ്റ്റോപ്പുള്ള നമ്മുടെ കൊല്ലം തിരുവനന്തപുരം പാസഞ്ചർ, അതാണ് ആ പോയത്. ഒരുപാട് ഫാൻ ബേസ് ഉള്ള ട്രെയിൻ.
നമ്മൾ മൂകാംബിക യാത്ര കഴിഞ്ഞ് പരവൂര് എത്തി. പരവൂരിൽ നിന്ന് തുടങ്ങിയ യാത്ര പരവൂര് വന്ന് വൈൻഡപ്പ് ചെയ്യിപ്പിക്കുകയാണ് ഞാൻ. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു കാഴ്ചയും വീഡിയോ ഒക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തിരുവനന്തപുരം കൊല്ലം ഭാഗത്തു നിന്നൊക്കെ മൂകാംബിക പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കൊരു പുതിയ പ്ലാനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ബൈ. ഇറ്റ്സ് മീ സുകേഷ് സുകുമാരൻ സൈനിങ് ഓഫ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.